നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം ഉഴുന്നുവടയും കൂടെയാണെങ്കിൽ സാമ്പാറും പിന്നെ ചട്നിയും കൂടെ ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാരൊക്കെയാണ്? ചട്നിക്ക് പകരം ചമ്മന്തി ആയാലും നല്ല ടേസ്റ്റാണ് അല്ലേ? അപ്പം നല്ല മുരുമുരായിരിക്കുന്ന ഉഴുന്നുവടയും അതുപോലെ തന്നെ നമുക്ക് ചമ്മന്തിയൊക്കെ ആണെങ്കിൽ റെഡിയാക്കുന്ന എനിക്ക് വീഡിയോ ചോദിച്ചില്ലല്ലോ. കണ്ടാലോ? മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയായിരുന്നു. അപ്പം നമുക്ക് ഇത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും സ്വാഗതം. ഉഴുന്നാണെങ്കിൽ ഞാനൊരു 5 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുതിർക്കുന്നതിന് മുന്നേ ആണെങ്കിൽ നന്നായിട്ട് അത് കഴുകിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുതിർക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം എല്ലാം നമ്മൾ മാറ്റി കളഞ്ഞിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുമിച്ചിട്ട് അരച്ചെടുക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ കേട്ടോ. കാരണം നമുക്കിത് അരയ്ക്കുന്ന സമയത്ത് തോന്നും പിന്നെ വെള്ളം ഇല്ലല്ലോ, അരഞ്ഞ് കിട്ടത്തില്ലെന്ന് ഓർക്കും. പക്ഷേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നന്നായിട്ട് അരഞ്ഞൊക്കെ കിട്ടും. അപ്പം ഞാൻ ഇതിൽ എന്തെങ്കിലും ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നു, അത് ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതെല്ലാം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്ത് വന്നാൽ ഇത് ഈ ഒരു മാവ് നന്നായിട്ടാണെങ്കിൽ കട്ടിയായിട്ടിരിക്കും എന്ന് കരുതി വെള്ളം ഒഴിക്കരുത് കേട്ടോ. വീണ്ടും വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടത്തില്ല. അത് കാരണം കൊണ്ടാണ്. പിന്നെ ഒരു 2 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്തേച്ചാൽ മതി. പിന്നെ ഇതിലോട്ട് നമുക്ക് കുരുമുളക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇതിനകത്ത് കുരുമുളകൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു സ്പൂണാണെങ്കിൽ റവയും പിന്നെ അരിപ്പൊടിയാണെങ്കിൽ ഒരു 1/2 സ്പൂണാണെങ്കിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് നമുക്കിത് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ടാണെങ്കിൽ ഇതൊരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കണം. ഇത് ഞാൻ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നേരം ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഇങ്ങനെ ഇളക്കി എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആവും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത്. അപ്പം നന്നായിട്ടാണെങ്കിൽ ഇതിങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതിലോട്ടൊരു 1/4 സ്പൂണാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ മാവിന് ഉപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനനുസരിച്ച് പിന്നെ ബാക്കി ചേർത്തേച്ചാൽ മതി. കുറച്ച് ഉപ്പ് ആദ്യം ചേർത്തിട്ട് പിന്നെ ബാക്കി ആവശ്യാനുസരണം ചേർത്തെടുത്തേച്ചാൽ മതി കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി എന്ന് പറയുമ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റോളം ഞാനാണെങ്കിൽ നന്നായിട്ടാണെങ്കിൽ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ മാവൊന്ന് നല്ല ലൂസായിട്ടുണ്ട്. ഈ സവാളയൊക്കെ ചേർക്കുമ്പോൾ അതിനകത്തിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഈ മാവ് നല്ല സോഫ്റ്റ് ആവും. ഉഴുന്നുവട കൂട്ടി കഴിക്കാനാണെങ്കിൽ ഒരു ചമ്മന്തി കൂടെ റെഡിയാക്കാം. അതിന് വേണ്ടി ഇഞ്ചി, സവാള പിന്നെ പച്ചമുളകാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ തേങ്ങയും ഉപ്പും കൂടി ഇട്ട് ഒരു കുറച്ച് മുളക് പൊടി കൂടെ ഞാനാണെങ്കിൽ ഇതിലിടുന്നുണ്ട്. കുറച്ച്, കാരണം ഓൾറെഡി നമ്മളാണെങ്കിൽ പച്ചമുളക് ഇട്ടേക്കുന്നത് കൊണ്ട് അധികം മുളക് പൊടി ഇടണ്ട. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഒരു 1/4 ടീസ്പൂണാണെങ്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചമ്മന്തി നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാവൊക്കെ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചമ്മന്തി റെഡിയാകും. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഓൾറെഡി സാമ്പാർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കടുക് ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ച് വരാം. ആ സമയത്ത് നമുക്ക് ഈ ഒരു അരച്ച് വെച്ച് ചമ്മന്തി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നേരെ തിരിച്ച് വേണമെങ്കിൽ നമുക്കൊരു പാത്രത്തിലോട്ട് ഈ ഒരു ചമ്മന്തി അരച്ച് നമുക്ക് വെച്ചിട്ട് പിന്നെ കടുക് താളിച്ച് കൊടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണെങ്കിൽ നല്ലൊരു റെഡിയായി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വേറൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഉഴുന്നുവടയാണെങ്കിൽ റെഡിയാക്കി എടുക്കാം.
എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പം ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണെങ്കിൽ എണ്ണയാണെങ്കിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കണ്ടതാണ് പെട്ടെന്ന് തന്നെ ആണെങ്കിൽ അതൊന്ന് ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പുറഭാഗമാണെങ്കിൽ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പക്ഷെ ഉള്ളൊട്ട് വേഗത്തുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളിതെല്ലാം ആണെങ്കിൽ വെന്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് ഓരോന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരുപാട് പിന്നെ നമ്മൾ ഈ ഇടുന്ന നമ്മളാണെങ്കിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒത്തിരി ഇട്ടിട്ട് നമ്മൾ എണ്ണയിലിട്ട് നമുക്കാണെങ്കിൽ കോരിയെടുക്കരുത്. കാരണം ഒരുപാട് ഈ എണ്ണയിൽ കോരിയിട്ടെന്ന് പറഞ്ഞാൽ നമുക്കത് ശരിക്കും വെന്ത് കിട്ടത്തില്ല. അപ്പം എണ്ണ ഒഴിക്കുന്നതിനനുസരിച്ച് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് മാത്രമേ നമ്മൾ ഉഴുന്നുവട റെഡിയാക്കുന്ന സമയത്ത് മാവ് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഞാൻ എടുത്ത ഒരു പാത്രത്തിൽ ഒരു 4 ഉഴുന്നുവടയൊക്കെ ഇട്ടിട്ട് എടുക്കാൻ പരുവത്തിനുള്ളൊരു പാത്രമായിരുന്നു. അപ്പം നിങ്ങൾ എടുക്കുന്ന പാനിനനുസരിച്ച് നിങ്ങൾ അത് റെഡിയാക്കി എടുക്കാം. ചിലപ്പോൾ ആണെങ്കിൽ വലിയ പാനൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയായിരുന്നു. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ളൊരു ഉഴുന്നുവട കൂടെ ചമ്മന്തിയും അതുപോലെ തന്നെ സാമ്പാറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം മക്കൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ എന്ത് വിഭവങ്ങളാണെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് അത് കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയുന്നത് കേൾക്കുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ സന്തോഷം. നമ്മൾ കഴിച്ച് നമ്മുടെ വയറ് നിറയുന്നതിനെക്കാട്ടി കൂടുതൽ മറ്റുള്ളവർ അത് കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുന്നത് കേൾക്കുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. എപ്പോഴും ആണെങ്കിൽ എല്ലാ വിഭവങ്ങളും ഒരുപോലെ നന്നാകണമെന്നില്ല. പക്ഷേ ചില സമയത്തൊക്കെ പാളിപ്പോകാം. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ നന്നായിട്ട് വന്നെന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവരിത് കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അതിലും വലിയ സന്തോഷം. ഏവലിൻ്റെയൊക്കെ എക്സ്പ്രഷൻ കാണുമ്പോഴേ അറിയാമല്ലോ ഇത് എത്രമാത്രം നല്ലതാണെന്ന്. അപ്പം നിങ്ങൾ ഇത് വീട്ടിലാണെങ്കിൽ റെഡിയാക്കി നോക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടു? എപ്പോഴും ഇല്ല കേട്ടോ പ്രോത്സാഹിപ്പിക്കുന്നത്. എഞ്ചു കഴിച്ചില്ലല്ലോ. അപ്പൊ ഞാനും കഴിക്കട്ടെ. അപ്പൊ ശരി എല്ലാവരും ബൈ ബൈ. ബൈ ബൈ.